ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിജി രാജേഷ്. ഇന്ന് ഞാൻ ഈ ഒരു കുർത്തി, ചിക്കൻ കാരി കുർത്തിക്ക് ഒരു ലൈനിങ് അടിക്കാനാണ് പോണത്. ഒരു പെറ്റിക്കോട്ട് മോഡൽ ഒരു ലൈനിങ്. ഇതിന് ലൈനിങ് ഇല്ല, അപ്പോൾ അത് തയ്ക്കുന്നതാണ് കാണിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ അത് വെട്ടിയെടുക്കാം. ഇതിൻ്റെ അളവിൽ, ഈ കുർത്തിയുടെ അളവിൽ നമുക്ക് ലൈനിങ് ഇട്ട് വെട്ടാം. ഇത് പെറ്റിക്കോട്ട് പോലെ ഇതിൻ്റെ അടിയിലിടുന്ന ഇന്നർ ആയിട്ട് വെട്ടിയെടുക്കാം. ഇതിങ്ങനെ രണ്ട് മടക്കായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. ഈ തുണീൻ്റെ രണ്ട് മടക്ക്. അപ്പോൾ ഇത് 4 പീസുണ്ട്. ഇവിടെ വെട്ടാത്ത വശം, ഇവിടെ ഓപ്പൺ വശമാണ്. ചുരിദാർ വെച്ച് നമുക്ക് അളവെടുത്ത് വെട്ടാം. ചുരിദാറിനെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ഇത് വെച്ചിട്ട് വരയ്ക്കാം. ഇതിനിത്തിരി കഴുത്ത് ഇറക്കിയിട്ടാണ് വെട്ടേണ്ടത്. ഇന്നറായതുകൊണ്ട് ഇത് കയറി നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ ഇത്തിരി ഇറക്കിയിട്ട് വെട്ടാം. ഇതിൻ്റെ സ്ലിറ്റിനേക്കാളും ഇത്തിരി കയറി നിൽക്കണ വിധത്തിൽ സ്ലിറ്റ് ഇതാക്കാം, അടയാളപ്പെടുത്താം. ഇതിനേക്കാളും കുറച്ച് ഇതിനേക്കാളും കുറച്ച് ലെങ്ത് എടുത്താൽ മതി. ഇന്നറായതുകൊണ്ട് ചുരിദാറിനേക്കാൾ ഇത്തിരി കയറ്റിയിട്ടാണ് ഇതിൻ്റെ സ്ലിറ്റ് അടയാളപ്പെടുത്തിയത്. എന്നിട്ട് ഇത് പുറത്തേക്ക് നിൽക്കാൻ പാടില്ലല്ലോ. ചുരിദാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കാണാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഉള്ളിലേക്ക് കടത്തിയിട്ടിട്ട് സ്ലിറ്റ് തയ്ച്ചാൽ മതി. ഞാൻ അടയാളപ്പെടുത്താം. നെക്കൊക്കെ അളവ് നോക്കിയിട്ട് 3.25 വിടുത്ത്, ഇതൊരു 3, ബാക്കിനൊക്കെ ഒരു 3, ഫ്രണ്ടൊരു 7, 7.25. നമ്മളിവിടെ കഴുത്തും ഇതൊക്കെ ഇങ്ങനെ ഷെമ്മി തയ്ക്കണോണം, പെറ്റിക്കോട്ട് തയ്ക്കണോണം മടക്കി അടിക്കുക ചെയ്യുക ഇതിൻ്റെത്. അപ്പോൾ ഇതിൻ്റെ വീതി ഇവിടെ ഇത്തിരി കുറയും. ഇവിടെ അടിച്ച് വരുമ്പോൾ ഇത്തിരി വീതി കുറയും. ഇവിടെ ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ തയ്യൽ തുമ്പ് പോകുമ്പോൾ.
ഞാൻ റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്യാം. ഇവിടെ സ്ലിറ്റ് തയ്ക്കുന്നത്. സ്ലിറ്റുള്ള ചുരിദാറായിരുന്നു സ്ലിറ്റ്. ഫ്രണ്ട് നെക്ക് ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. ആദ്യം തന്നെ കഴുത്ത് ഇങ്ങനെ നമുക്ക് 2 മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ പെറ്റിക്കോട്ട് തയ്ക്കണം തന്നെ. ഇതുപോലെ തന്നെയാണ് പെറ്റിക്കോട്ടും തയ്ക്കുക. ഇങ്ങനെ കഴുത്ത് 2 മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ ചുറ്റും ഇതിൻ്റെ ചുറ്റും കഴുത്തിൻ്റെ ചുറ്റും നമുക്ക് തയ്ച്ചെടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഈ ആം ഹോളും ഇതുപോലെ 2 മടക്ക് മടക്കിയിട്ട് ചെറുതായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ സൈഡ് കൂട്ട വേണ്ടോ എന്നിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തന്നെ കഴുത്ത് ചുറ്റും അടിച്ചെടുക്കാം. നമുക്ക് ആ റൗണ്ട് ഫുള്ള് അടിച്ചെടുത്തതിന് ശേഷം ആം ഹോള് അടിച്ചെടുക്കാം. ആം ഹോളും ഇതുപോലെ തന്നെ 2 മടക്ക് മടക്കി അടിക്കുക. അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഷോൾഡറിൽ ഒരു അടിപ്പ് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ അങ്ങോട്ട് ഇറങ്ങി പോകാണ്ടിരിക്കാനാണ് അവിടെ ഒരു അടിപ്പ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡ് കൂട്ടാനായിട്ട് ആം ഹോളിൻ്റെ അളവെടുത്തിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ സ്ലിറ്റ് അടയാളപ്പെടുത്തിയല്ലോ, സ്ലിറ്റിൻ്റെ അവിടം വരെ അടിച്ച് നിർത്താം. സ്ലിറ്റിൻ്റെ അവിടം വരെ അടിച്ച് നിർത്തിയതിന് ശേഷം പിന്നെ സ്ലിറ്റ് അടിക്കാൻ നമുക്ക് 2 മടക്ക് മടക്കി ചുരിദാർ അടിക്കണമെന്ന് തന്നെ. ഇത് സ്ലിറ്റുള്ള ചുരിദാറായ കാരണമാണ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലൈനായിട്ട് അടിക്കായിരുന്നു. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടം വരെ കുത്തി നിർത്തി കൊടുത്ത് വരെ തയ്ച്ച് മടക്കി അടിച്ച് എടുത്തതിന് ശേഷം ഇങ്ങോട്ട് അടിച്ചെടുക്കുക. ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് അറ്റത്തേക്ക് കൊണ്ടെത്തിക്കുക. അതിനുശേഷം അടി മടക്കി അടിക്കുക. അടിയും ഇതുപോലെ തന്നെ 2 മടക്ക് മടക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കുക. രണ്ട് സൈഡും അടി മടക്കി ഇതുപോലെ തന്നെ 2 മടക്ക് മടക്കി അടിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് ചുരിദാറിൻ്റെ അടിയിലിടാനായിട്ടുള്ള ഇന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സൈഡൊക്കെ നല്ല വൃത്തിക്ക് തന്നെ അടിച്ച് എടുക്കുക ഇതുപോലെ തന്നെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ചുരിദാറിന് ഇടാനാണ് ഈ പെറ്റിക്കോട്ട്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം. താങ്ക് യു.